സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ ആരാണ്? താജുൽ ഉലമയെ അറിയുമോ മക്കളെ? ഖമറുൽ ഉലമയെ അറിയുമോ മക്കളെ? ആയിരക്കണക്കിന് പണ്ഡിതന്മാരെ ദീനിന് വേണ്ടി വാർത്തെടുത്ത ഉസ്താദല്ലേ? പതിനായിരക്കണക്കിന് യതീമുകൾക്ക് അത്താണിയല്ലേ? അനാഥ മക്കൾക്ക് സനാതത്വത്തിന്റെ പുൽമത്ത് വിരിച്ചു കൊടുക്കേണ്ടത് സമൂഹത്തിന്റെ മടിത്തട്ടിലാണെന്ന് പ്രഖ്യാപിച്ച് കാശ്മീരിന്റെ തിരുവോരങ്ങളിൽ പട്ടാളക്കൂത്തിന്റെയും സ്റ്റെൻ ഗണ്ണുകളുടെയും വെടിക്കോപ്പുകളുടെയും ഒച്ച മാത്രം കേട്ടുകഴിഞ്ഞിരുന്ന കുരുന്നുമക്കളെ കൊണ്ടുവന്ന് മർക്കസിന്റെ മുറ്റത്തിരുത്തി ഇൽമിന്റെ മധു തുറന്ന് കൊടുത്ത ഉസ്താദല്ലേ? ചേരി പ്രദേശങ്ങളിൽ പോലും പള്ളികൾ, ആയിരക്കണക്കിന് പള്ളികൾ അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്നതിന് വേണ്ടി പടുത്തുയർത്തിയ മഹാനല്ലേ? ഞങ്ങൾ മർക്കസിൽ പഠിക്കുന്ന കാലത്ത് രാത്രി 1 മണി 2 മണിയാകുമ്പോൾ ദൂരങ്ങളിൽ നിന്നും യാത്ര ചെയ്തു വന്ന ഉസ്താദ് കിടക്കുമ്പോൾ ക്ഷീണമുണ്ട്, കാലിൽ നീരുണ്ട്. എന്നാലും സുബഹി ജമാഅത്തിന് ഞങ്ങൾ മുത്തഅല്ലിമീങ്ങൾ റൂമുകളിൽ നിന്ന് പോയി തീരുന്നതിന് മുമ്പ് തന്നെ പള്ളിയിൽ ജമാഅത്തിന് ഉസ്താദ് സജീവമാണ്. ശിഷ്യഗണങ്ങൾക്ക് മാർഗദർശിയായി ഉസ്താദ് ക്ഷീണം വകവെക്കാതെ സുബഹി ജമാഅത്തിന് പള്ളിയിൽ സജീവമാണ്. ആരൊക്കെ വിമർശിച്ചാലും, ആരൊക്കെ വിമർശനങ്ങളുടെ കുരമ്പുകൾ തൊടുത്തുവിട്ടാലും മഹാന്മാരുടെ നാവുകൾ കൊണ്ട് പറഞ്ഞതെന്താണ്? CM വലിയുള്ള പറഞ്ഞതെന്താണ്? ഞാൻ ഖിദർ നബിയുടെ പാതയാണ്, നിങ്ങൾ മൂസാ നബിയുടെ പാതയാണ്. ആരാ പറഞ്ഞത്? മടവൂരിന്റെ മാണിക്യമേ, ഖുതുബുൽ ആലം CM വലിയുള്ളയല്ലേ? കേരളക്കരയിൽ ആശിഖീങ്ങളുടെ മരതലങ്ങളിൽ ഇഷ്കിന്റെ ഇതിൽ വിരിയിച്ച ആശിഖുർ റസൂൽ കുണ്ടൂർ ഉസ്താദ് പറഞ്ഞതെന്താണ്? അങ്ങേ ഞാൻ ആദരിക്കുന്നത് അങ്ങൊരു പണ്ഡിതനാണ്, പുറമെ യതീമുകളുടെ പിതാവുമാണ്. കുണ്ടൂർ ഉസ്താദ് പറഞ്ഞത് ഇങ്ങനെയാണ്. പോരാ, മക്കയിലെ മുഫ്തിയായിരുന്ന, ഹറമിലെ മുദർരിസായിരുന്ന, വലിയ പണ്ഡിതനായിരുന്ന സയ്യിദ് മുഹമ്മദ് അലവി അൽ മാലിക്കി, അല്ലാഹു അവിടുത്തെ ദർജയെ വർദ്ധിപ്പിക്കുമാറാകട്ടെ. ഉറക്കപ്പറാമീൻ മക്കളെ, മഹാനവരുടെ പുത്രനായ വലിയ മുദർരിസായ പണ്ഡിതനായ ആബിദായ സയ്യിദ് മാലിക്കി തങ്ങൾ ഉസ്താദിനെ വിളിച്ചതെന്താണ്? അന്ത ഖമറുൽ ഉലമാ, അന്ത ഖമറുൽ ഉലമാ. ബഗ്ദാദിലെ മഹാനായ റിഫായി ശൈഖിന്റെ പേരമകനായ സയ്യിദ് സ്വബാഹി റിഫായി തങ്ങൾ വിളിച്ചതെന്താ? അന്ത സുൽത്താനുൽ ഉലമാ, അന്ത സുൽത്താനുൽ ഉലമാ. ആരൊക്കെ എതിർത്താലും, ആരൊക്കെ അവഗണിച്ചാലും, തുറന്ന പുസ്തകം പോലെ ആരൊക്കെ കവലകളിലും പീഡികത്തിണ്ടുകളിലും ആരൊക്കെ അവമതിച്ചാലും, ആരൊക്കെ കരിവാരിത്തേക്കാൻ ശ്രമിച്ചാലും, അല്ലാഹു ഇഷ്ടപ്പെട്ട, അല്ലാഹുവിന് ഇഷ്ടം വെച്ച മഹാരഥന്മാരുടെ നാവുകൾ കൊണ്ട് ഇങ്ങനെയുള്ള സ്മൃതികളാണ് ഉസ്താദിനെ കുറിച്ച് പറഞ്ഞതെങ്കിൽ നാം പഠിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത്, ആരൊക്കെ വിമർശിച്ചാലും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭൂമിയിൽ അല്ലാഹുവിന്റെ ആദ്യത്തെ ഗേഹമായ കഅബാലയത്തിന്റെ മുറ്റത്ത് സുജൂദിൽ കിടക്കുമ്പോൾ അല്ലാഹുവുമായി ഒരടിമ ഏറ്റവും അടുക്കുന്നത് സുജൂദല്ലേ? സുജൂദിൽ കിടക്കുന്ന സമയത്ത് ശത്രുക്കൾ കൊണ്ടുവന്നിട്ട് ഹബീബിന്റെ മുതുകത്തേക്ക് ഒട്ടകത്തിന്റെ പഴക്കമുള്ള ചീഞ്ഞളിന്റെ കുടൽവാലയങ്ങ് ചാർത്തി കൊടുക്കുന്നു, ദുർഗന്ധം വമിക്കുന്നു. അതിന്റെ ഭാരം കൊണ്ട് ഹബീബ് വിഷമിക്കുന്നു. ഈ സമയത്ത് ലോകത്തിന്റെ ജഗൽ ഗുരു ഹബീബ് റസൂലുള്ളാഹി തങ്ങളുടെ പ്രിയപ്പെട്ടവളായ ഫാത്തിമത്ത് സഹ്റ റളിയല്ലാഹു അൻഹ വന്നിട്ടതാ കുടൽവാലയങ്ങെടുത്തു മാറ്റുന്നു. ഇത് നേരിട്ടതാർക്കാണ്? ലോകത്തിന്റെ നേതാവിനാണ്, ലോകത്തിന്റെ ചക്രവർത്തിക്കാണ്. ഈ സംഭവം നേരിട്ടതെങ്കിൽ, ഈ അക്രമം സഹിക്കേണ്ടി വന്നതെങ്കിൽ, ഹബീബിനെ പിൻപറ്റിയ, ഹബീബിനെ മുറുകെ പിടിച്ച ഹബീബിന്റെ മുഹിബ്ബീങ്ങളായ സ്വഹാബത്തെ കിറാം ആ ഹബീബിനെ ഒന്ന് അവഗണിക്കാത്തതിന്റെ പേരില്, ആ ഹബീബിനെ ഒന്ന് ഇകഴ്ത്തി പറയാത്തതിന്റെ പേരില് എത്ര സ്വഹാബത്താ കഴുകുമരത്തിൽ കിടന്ന് പിടഞ്ഞു പിടഞ്ഞു മരിച്ചത്? എത്ര സ്വഹാബത്താ
താൽവായിന്റെ തലപ്പ് കൊണ്ട് വെട്ടുകൊണ്ട് പിടഞ്ഞു വീണു മരിച്ചത്. എന്നാൽ 1400 സംവത്സരങ്ങൾക്ക് മുമ്പ് മക്കയിൽ നിന്നും പരിശുദ്ധ ഇസ്ലാമിന്റെ പേരിൽ ഇറങ്ങി പുറപ്പെടുമ്പോൾ ലോകത്തിന്റെ നേതാവിനോടൊപ്പം ഒരു അബൂബക്കറാണ്. അത് അബൂബക്കർ സിദ്ദീഖാണ്. എന്നാൽ 1400 സംവത്സരങ്ങൾ പിന്നിടുമ്പോ സുന്നത്ത് ജമാഅത്തിന്റെ പേരിൽ ആ ഹബീബിനെ ഇഷ്ടം വെച്ചുകൊണ്ട് താജുൽ ഉലമ എന്ന ധീരനായ നേതാവ് ഇറങ്ങി പുറപ്പെടുമ്പോൾ താജുൽ ഉലമയോടൊപ്പം ഉണ്ടായിരുന്നത് ഒരു അബൂബക്കറാണ്. അത് അബൂബക്കർ ബിൻ അഹ്മദാണ്. ഖമറുൽ ഉലമയാണ്, സുൽത്താനുൽ ഉലമയാണ്. അല്ലാഹുവേ, ആ ഉസ്താദുമാർക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. നിങ്ങളുടെ താജുൽ ഉലമ ഞങ്ങളുടെ പ്രവർത്തകരുടെ ആവേശമാണ്, ഊർജ്ജമാണ്, ആർജവമാണ്. അവിടുത്തെ ദർജയെ വർദ്ധിപ്പിക്കണേ അല്ലാഹ്. ഉസ്താദുമാരോടൊപ്പം സ്വർഗത്തിൽ ഞങ്ങൾക്ക് സാധുക്കളായ ഈ പ്രവർത്തകരായ ഞങ്ങളെ ഒന്ന് ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട പ്രവർത്തകരെ, അതുകൊണ്ട് എനിക്ക് ഓർമ്മപ്പെടുത്താൻ